എനിക്കൊത്താശകൾ പർവ്വതം കർത്താവേ നീ മാത്രമെന്നാകുമേ എനിക്കൊത്താശകൾ പർവ്വതം കർത്താവേ നീ മാത്രമെന്നാകുമേ എൻ കണ്ണുകളുയർത്തികൾ നോക്കും എൻ കർത്താവേ നിന്റെ കാര്യം എൻ കണ്ണുകളുയർത്തികൾ നോക്കും എൻ കർത്താവേ നിന്റെ കാര്യം എന്നിയാനം മതം എന്നെ അനുഗ്രഹിക്കാം എന്നിയാനം മതം എന്നെ അനുഗ്രഹിക്കാം എനിക്കൊത്താശകൾ പർവ്വതം കർത്താവേ നീ മാത്രമെന്നാകുമേ എനിക്കൊത്താശകൾ പർവ്വതം കർത്താവേ നീ മാത്രമെന്നാകുമേ. പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ കരുതുന്ന ദൈവമെങ്കിൽ നിങ്ങളുടെ സകല ചിന്തകളും ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ മടക്കെടുക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ തിരിച്ചെടുക്കത്തില്ല. പക്ഷെ നമ്മൾ എന്താണ് എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ വെക്കും, നമ്മൾ പോകുമ്പോൾ അതേപോലെ എന്റെ സാധനം അങ്ങനെ. പക്ഷെ നമ്മൾ എന്താണ് ആദ്യത്തെ ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് വേണ്ട. നമ്മൾ സകല ചിന്തകളും കൊണ്ട് വെക്കും, നമ്മൾ പോകുമ്പോൾ എന്താണ് അത് എന്റേതാണ്, അത് ആഗ്രഹം കൊടുക്കത്തില്ല, നമ്മൾ എഴുതുകൊണ്ട് മടങ്ങി പോകും. അതുകൊണ്ട് ബോധനമുണ്ടാ. അപ്പൊ ദൈവം എങ്ങനെ കരുതും? ദൈവത്തിന്റെ പറയുന്നത് അവൻ നിങ്ങളെ കരുതുന്ന ദൈവമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സകല ചിന്തകൾ വന്നാലും ദൈവം എനിക്കായി കരുതും, അവൻ എന്നെ കൈവിടത്തില്ല. ആ വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകണം. ഞാൻ ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഇതിൽ വന്ന ചിന്ത, ദൈവം അബ്രഹാമിനോട് തന്റെ മകനെ യാഗമായി ബലി കൊടുക്കാൻ പറഞ്ഞു. ഹോമയാഗം ആണോ? അത് ദൈവത്തിന്റെ പദ്ധതിയാണോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് നീ നിന്റെ ഏകജാതനം അല്ലെങ്കിൽ നീ സ്ത്രീയുടെ ഏകജാതനെ നീ എനക്കായി ഹോമയാഗം കഴിപ്പിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അത് ദൈവഹിതമാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയാണോ? അതേപോലെ ദൈവം നമ്മുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നാം ചെയ്യാൻ റെഡിയാകും. അല്ലെ, ഒരിക്കലും ദൈവം അബ്രഹാമിനെ ചോദിച്ചപ്പോൾ നമ്മുടെ മക്കളെ ദൈവം ചോദിക്കത്തില്ല. ചോദിക്കത്തില്ല. പക്ഷെ ചോദിക്കും മുൻപ് നമ്മൾ തന്നെ സമർപ്പിച്ചോളൂ. അബ്രഹാമിന്റെ കർത്താവ് അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തെക്കാട്ടിലും വേറെന്തിനും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അത് തിരിച്ചറിയാൻ മാത്രമേ ആ ശോധന ദൈവം എന്ത് ചെയ്ത് അബ്രഹാമിന് പറയുവാൻ ഇടയായി. പക്ഷെ അത് വായിക്കുമ്പോൾ ഒരു വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് വായിക്കാം. 22-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യാഗം അർപ്പിക്കാൻ അബ്രഹാമിന് അറിയാം യാഗത്തിലുള്ള വസ്തു ആരാണ്? തന്റെ മകനാണ്. പക്ഷെ ഇവിടെ മകൻ എന്ത് ചെയ്തത്? ഒരു ചോദ്യം അപ്പനോട് ചോദിച്ചു. എന്തൊക്കെ ഉണ്ട്? തീയുണ്ട്, വിറകുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. അപ്പോ അബ്രഹാം എന്ത് ചെയ്ത്? മക്കളെ നീ തന്നെ ആ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ അല്ല, എന്ത് ചെയ്ത്? ദൈവം തനിക്ക് ഹോമയാഗത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം അബ്രഹാമിന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ എടുത്തു പറഞ്ഞ കാര്യം എന്താണ്? നീ അല്ല ഹോമയാഗത്തിന് നിന്നെ ഞാൻ ബലി കൊടുത്താലോ നിനക്ക് പകരം കർത്താവ് ഒരു ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ കരുതിക്കൊള്ളും എന്ന് അവൻ പൂർണ്ണ വിശ്വാസത്തോടെ അവൻ എന്ത് ചെയ്ത് പറഞ്ഞു. പക്ഷെ അതിന് മുൻപ് വായിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ബാല്യക്കാരോട് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച് മടങ്ങി വരും. ഇവിടെയൊക്കെ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വാക്ക് എന്തായിരുന്നു? വിശ്വാസത്തിന്റെ വാക്കുകളാണ്.
தெய்வம் என்ற மகனை அல்ல நான் பலி கொடுக்க போனது மகன் ஒரு ஆட்டுக்குட்டி அவன் கருதி கொள்ளும் என்று அவன் பூர்ണ്ണ விசுவாசத்தோடு ஆയിരുന്നു. നാം ഇതിന്റെ പൊരുൾ നമ്മൾ നോക്കിയെങ്കിൽ ഇതിന്റെ നിഴൽ എന്തായിരുന്നു? തന്റെ പിതാവ് തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിൽ അയക്കാൻ പോകും. അതിന്റെ ഒരു നിഴലാണ് ഇത്. ദൈവം അബ്രഹാമിനോട് ഒരു ശോധന ചെയ്യുവാൻ ഇടയായി. ഈ ലോകത്തിൽ മനുഷ്യൻ താൻ ഏറ്റവും ഇത്തിരി വർഷങ്ങളായി കാത്തിരുന്ന് പ്രാപിച്ച മനുഷ്യൻ അവന്റെ എന്താ ജീവനെ പോൽ നിസ്സാരമായി കരുതി ദൈവത്തിന് വേണ്ടി അവൻ യാഗം അർപ്പിക്കുമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ എന്ത് കർത്താവ് എന്ത് ചെയ്ത് ഞാൻ എന്റെ പുത്രനെ അയക്കുവാൻ റെഡിയായി. അബ്രഹാം പറഞ്ഞപ്പോൾ ആട്ടിൻകുട്ടി കർത്താവ് കരുതുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഇസഹാക്കിനെ അവന് എല്ലാം റെഡിയാക്കി അവന് കൈവച്ച് കട്ടി ആ ബലിപീഠത്തിന്റെ മേൽ അവനെ കിടത്തിട്ട് മാത്രമല്ല അവസാനം ചെയ്ത് കത്തിയെടുത്ത് അവനെ കൊല്ലുവാൻ തുണിഞ്ഞു. കർത്താദാസനെ വിളിച്ചില്ലെങ്കിൽ തീർച്ചയായും തന്റെ മകനെ അവൻ കൊല്ലുവായിരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എഴുതുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് എഴുതുന്ന ഒരു വാക്യമുണ്ട്, നമുക്ക് വായിക്കാം. ഇബ്രാഹിം എഴുതിയ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അച്ഛരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നമുക്കറിയാം പുതിയ നിയമത്തിന്റെ വിശ്വാസം നമ്മൾ പ്രവൃത്തി കാട്ടിലും നാം എന്ത് ചിന്തിക്കുന്നുണ്ടോ അത് തന്നെ ദൈവം കണക്കാക്കും. അത് മനസ്സിലാവുണ്ടോ? നാം ജീവിതത്തിൽ നാം എന്ത് ചിന്തിച്ച് നാം പ്രവർത്തിക്കുന്നുണ്ടോ അത് ദൈവം കണക്കാക്കും. പഴയ നിയമത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? താൻ മകനെ ദൈവത്തിന് യാഗമായി കൊടുക്കുവാൻ അവനെ തീരുമാനിച്ച് അവനെ കിടത്തി കത്തിയെടുത്ത് അവൻ കൊല്ലാൻ സമയത്താണ് ദൈവം എന്ത് ചെയ്ത് അവനെ വിളിച്ച് ബാലന്റെ മേൽ കൈ വെക്കരുത്. അതുവരെയും അബ്രഹാമിന്റെ മുൻപിൽ എന്ത് ചെയ്ത് ഒരു ആട്ടിൻകുട്ടി മറയ്ക്കപ്പെട്ടതായിരുന്നു. കാണാത്ത വണ്ണം അവന്റെ മുൻപിൽ മറയ്ക്കപ്പെട്ടതാണ്. നമുക്ക് വായിക്കാം. ആ വാക്യം 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഏകദേശം 12 വാക്യം വായിച്ചു പറയുക നമ്മൾ എന്ത് മനസ്സിലായി? അവിടെ അവന്റെ മുൻപിൽ ഒരു ആട്ടിൻകുട്ടിയും കാണാത്ത വണ്ണം ദൈവം എന്ത് ചെയ്ത് മറച്ചു വെച്ചിരുന്നു. ദൈവം എന്ത് ചെയ്ത് അബ്രഹാം മകനെ ബലി കൊടുക്കാൻ പറഞ്ഞ സമയത്താണ് അവൻ തല പൊക്കി നോക്കിയപ്പോഴാണ് അവന്റെ മുൻപിൽ ഒരു ആട്ടിൻകുട്ടി കാണുവാൻ ഇടയായി. അങ്ങനെ വാക്യം പറയുന്നത്. അബ്രഹാം തലപ്പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകുട്ടൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അബ്രഹാം ചെന്ന് ആട്ടിൻകുട്ടനെ പിടിപ്പിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ച അടുത്ത വാക്യം പറയുന്നത് 10-ാം വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവർ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് പറഞ്ഞു വന്നു. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രത്യക്ഷനാകുമെന്ന്. പക്ഷെ ഇംഗ്ലീഷിലോ മറ്റ് കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് പറയുന്ന വാക്യം ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവം കരുതികൊള്ളുമെന്നാണ്. He will provide. The Lord is my provider. അങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ ഈ പ്രൊവൈഡ് പറഞ്ഞാൽ ദൈവം കരുതുന്ന ദൈവം. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ അബ്രഹാം അടുക്കൽ ദൈവം ചോദിച്ചത് തന്റെ മകനെ അല്ല, മകനെ പകരം ഞാൻ എന്റെ മകനെ ഞാൻ അയക്കാൻ പോകുന്ന അതിന്റെ ഒരു നിഴലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു ഇസ്ഹാക്കിന് പകരം കർത്താവ് ആ സ്ഥലത്തിൽ ഒരു ആട്ടിൻകുട്ടിനെ നേരത്തെ എന്ത് ചെയ്ത് കരുതി വെച്ചിരുന്നു. ഇത് മുമ്പേ കർത്താവ് ചെയ്ത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് എഴുമ്പത്തിന് മുൻപേ കർത്താവ് നമുക്ക് വേണ്ടി അവൻ ചിലരെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിൽ ചിലർ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ ഞാൻ കരുതുന്ന അവസ്ഥയ്ക്ക് അതിന് കർത്താവിന് അറിയാം. എന്റെ അവസ്ഥയ്ക്ക് വഴി തുറക്കുവാൻ അങ്ങേക്ക് മാത്രം കഴിയും. നാം ദൈവസ്ഥലങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപിൽ മറയ്ക്കപ്പെട്ടത് വെളിപ്പെടും. ദൈവം നമുക്കായി ഒരുക്കിട്ട വഴി നമുക്ക് കാണുവാൻ കഴിയും. വചനത്തിൽ അബ്രഹാം തലപ്പൊക്കി നോക്കിയപ്പോഴാണ് അവൻ പിൻപുറത്ത് ഒരു ആട്ടിൻകുട്ടിയെ കണ്ട്. പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി ഇസ്ഹാക്കിനെ ബലി കൊടുക്കേണ്ടത് ആ ആട്ടിൻകുട്ടിയാണ്. ആ ആട്ടിൻകുട്ടി എവിടെയാണ് നമ്മൾ വായിക്കാൻ കഴിയും? പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ യോവാൻ സ്ഥാപനം പറയുന്നത് എന്താണ്? ഇതോ ലോകത്തിന്റെ പാവങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവ് എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഇത് ചെയ്തു ഈ ഭൂമിയിലോട്ട് അയച്ച് തന്റെ ജീവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നൽകിയെങ്കിൽ നാം സൗഖ്യത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ എത്രത്തോളം ദൈവം നമ്മളെ കരുതും.
നമ്മൾ പണ്ട് മക്കളല്ലായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ മക്കളാണ്. നാം സ്വർഗത്തിന്റെ അവകാശികളാണ്. നാം ദൈവത്താൽ എന്നെ മകളെ കർത്താവ് മാറ്റിയെങ്കിൽ, എന്റെ അപ്പൻ എന്റെ കർത്താവെങ്കിൽ, എനിക്ക് വേണ്ടി തന്റെ ജീവനെ ദൈവം നൽകിയെങ്കിൽ, ഈ ഭൂമിയിൽ ഞാൻ സുഖത്തോടെ ജീവിക്കുവാൻ എനിക്ക് വേണ്ടി എല്ലാം കരുതുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ എന്താണ്, ദൈവത്തെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റൊന്നിന്റെ പുറകെ നാം ഓടിക്കൊണ്ടിരുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് പണം ആവശ്യം തന്നെ. എന്നാൽ പണം കൊണ്ട് നമുക്ക് ഈ ലോകത്ത് നമുക്ക് മേടിക്കാൻ കഴിയത്തില്ല. ഞാൻ പല മനസ്സിലാണ്ടോ? പണം ആവശ്യമാണ്, പക്ഷെ ഈ പണം കൊണ്ട് എത്ര പേർ പണമുള്ള വ്യക്തികൾക്ക് അവർക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ടോ? രാവിലെ എണീറ്റ് നമ്മൾ ഓടുന്നുണ്ട്. ദൈവം നമുക്ക് സമാധാനം നൽകി, സന്തോഷം നൽകി. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? പണമില്ല. എന്നാൽ പണമുള്ള എത്രയോ വ്യക്തികൾ സമാധാനമില്ല, സന്തോഷമില്ല. എങ്കിലും ദൈവം സമാധാനത്തോടെ നമുക്ക് സന്തോഷം നിദ്രയും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതിന്റെ വെറുമൊന്നുമല്ല, ദൈവത്തിന്റെ കൃതലാണ്.